1995 പ്രധാനമന്ത്രിയായിരുന്ന PV നരസിംഹറാവുവാണ് ഉദ്ധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽവേ ലൈൻ നിർമ്മാണത്തിനാവശ്യമായ പദ്ധതികൾ ആവിഷ്കരിച്ചത്. പിന്നീട് 2002 പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ അടൽ ബിഹാരി വാജ്പേയിയാണ് ഈ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി താൽപ്പര്യവും ആവേശവും പ്രകടിപ്പിച്ചത്. കാശ്മീരിനെയും ഹിമാചൽ പ്രദേശിനെയും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്നതിനാവശ്യമായ നിരവധി പദ്ധതികളാണ് വാജ്പേയി ആവിഷ്കരിച്ചത്. ഉദ്ധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽവേ ലിങ്ക് പദ്ധതി ജമ്മുവിനെ കാശ്മീരുമായി വളരെ എളുപ്പത്തിൽ ബന്ധിപ്പിക്കുന്നു. ജമ്മുവിനെ ഇന്നത്തെ പാകിസ്ഥാനിലെ സിയാൽകോട്ടുമായി ബന്ധിപ്പിക്കുന്ന 45 കിലോമീറ്റർ ദൈർഘ്യമുള്ള റെയിൽവേ ലൈൻ ബ്രിട്ടീഷുകാർ നേരത്തെ നിർമ്മിച്ചിരുന്നു. ഈ പദ്ധതിയുടെ ആദ്യ ഭാഗമായ ജമ്മു ഉദ്ധംപൂർ പദ്ധതി 53 കിലോമീറ്റർ നേരത്തെ 2005 തന്നെ പൂർത്തീകരിച്ചതാണ്. ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നിറഞ്ഞ നിർമ്മാണ മേഖല കത്ര ബനിഹാൾ 111 കിലോമീറ്റർ ദൈർഘ്യമായിരുന്നു. ഇതിനിടയിലാണ് ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമായ ചെനാബ് പാലം സ്ഥിതി ചെയ്യുന്നത്. കത്ര ബനിഹാൾ മേഖലയിൽ 12.77 കിലോമീറ്റർ നീളമുള്ള തുരങ്കം നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. 1995 പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ 2500 കോടി രൂപയായിരുന്നു ചെലവ് കണക്കാക്കിയതെങ്കിൽ ഇന്നത് പൂർത്തീകരിക്കുമ്പോൾ 35,000 കോടി രൂപയായി. ഈ റെയിൽവേയുടെ ഭാഗമായ പീർ പഞ്ചൽ തുരങ്കത്തിന് 11.2 കിലോമീറ്റർ നീളവും T49 തുരങ്കത്തിന് 12.77 കിലോമീറ്റർ നീളവുമുണ്ട്. പദ്ധതിക്ക് ആവശ്യമായ നിർമ്മാണ സാമഗ്രികൾ എത്തിക്കാനും തൊഴിലാളികൾക്ക് സഞ്ചരിക്കാനും മാത്രമായി 2000 കോടി ചെലവിട്ട് 205 കിലോമീറ്റർ റോഡാണ് നിർമ്മിച്ചത്. ഇതിൽ മാത്രം 320 പാലങ്ങൾ. ഈ റെയിൽവേ പദ്ധതി പൂർത്തീകരിക്കുന്നതോടെ ജമ്മു ശ്രീനഗർ യാത്രയുടെ സമയം 12 മണിക്കൂറിൽ നിന്ന് കേവലം 5-6 മണിക്കൂറായി ചുരുങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു. മഞ്ഞുവീഴ്ചയിലൂടെയും മണ്ണിടിച്ചിലിലൂടെയും യാത്ര തടസ്സപ്പെടുന്ന ജമ്മു കാശ്മീർ നിവാസികൾക്ക് രാജ്യം മുഴുവൻ സഞ്ചരിക്കാൻ ഈ റെയിൽവേ ലൈൻ സഹായകരമാവും. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ സന്ദർശകർക്ക് ജമ്മു കാശ്മീരിൽ എളുപ്പമെത്താൻ സാധിക്കുന്നതോടെ ജമ്മു കാശ്മീരിലെ ടൂറിസം മേഖല ശക്തിപ്പെടുകയും സാമ്പത്തികമായി അഭിവൃദ്ധിപ്പെടുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു.